ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. ശംബാല എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. വേറെ നല്ലൊരു ക്യാരക്ടർ പോസ്റ്ററാണ്. മധുരന്ത എന്ന് പറഞ്ഞ ആളുടെ പേര് ഹനുമന്ത് എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ടാണ്. പിന്നെ മരണമാസം എന്ന് പറഞ്ഞ 5 days to go പോസ്റ്റർ വന്നു. പിന്നെ ബ്യൂട്ടി എന്ന് പറഞ്ഞ കണ്ണമ്മ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങുന്നു പറഞ്ഞു, അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റർ വന്നു. പിന്നെ പെരിസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം നെറ്റ്ഫ്ലിക്സിലൂടെ April 11 OTT റിലീസ് ആവുന്നതിൽ അറിയിച്ചിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്ന് പറഞ്ഞ 4 ഭാഷകളിലായിരിക്കും പടം പുറത്തിറങ്ങുക. പിന്നെ അർജുൻ സൺ ഓഫ് വൈജയന്തി എന്ന് പറഞ്ഞ പടത്തിന്റെ പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. April 18 പടം റിലീസ് ആവുക ഒന്നുകൂടി കൺഫേം ചെയ്തുകൊണ്ടാണ് പോസ്റ്റർ ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഗാങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സുന്ദർസി അഭിനയിക്കുന്ന പടത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് അല്ലെങ്കിൽ ഓവർസീസിൽ റിലീസ് ചെയ്യുന്ന 10 കോടി ആയിരിക്കും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് സണ്ണിഡികളും അതേമാതിരി പ്രഭാസും കൂടി നിന്നിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അതേമാതിരി അതിന്റെ ഇടയിൽ കൂടെ ഗോപിചന്ദ് മല്ലേനും നിന്നിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. പടത്തിന്റെ വ്യൂസ് ഒരു 32 മില്യൺ പറയുന്നുണ്ടെങ്കിൽ പോലും റിയൽ ടൈം വ്യൂസ് ആയിട്ട് 23 സംതിങ് അങ്ങനെയൊക്കെ കാണിക്കണമല്ലോ, എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും പടത്തിന്റെ തമിഴ്നാട് കളക്ഷൻ 6 കോടിയുടെ അടുത്തൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എൽറ്റമ്പുരൻ അവിടത്തിന്റെ സൗദി അറേബ്യത്തെ കളക്ഷൻ 1 മില്യൺ ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മലയാള പടം 1 മില്യൺ അവിടെ നിന്ന് അടിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു റെക്കോർഡ് കൂടി എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ മലയാള ഫിലിംസിൽ ഏറ്റവും ടോപ്പിൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള പടമായി മാറിയിട്ടുണ്ട് എൽറ്റമ്പുരൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം. എന്തായാലും ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ട് മഞ്ഞുമൽ ബോയ്സ് ആണ് കിടക്കുന്നുണ്ടായിരുന്നത് കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ. എന്തായാലും അതിനെ കടത്തി കിട്ടിയിട്ടുണ്ട്. പിന്നെ മോഹൻലാലിന്റെ ഇനി അടുത്ത റിലീസ് ആകുമ്പോൾ പടം തുടരും എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടത്തേക്ക് റിലീസ് പ്രീപോൺ ചെയ്തെന്നുള്ള രീതിയിലൊക്കെ കേട്ടിരുന്നു. May 8 എന്നുള്ളത് April 24 അല്ലെങ്കിൽ 25 ആവുന്ന രീതിയിൽ. എന്തായാലും ഈ തുടരും എന്ന് പറഞ്ഞ അടുത്തിലത്തെ ഒരു പ്രൊമോ സോങ്ങിന്റെ ഷൂട്ട് അടക്കാൻ പോവാണ്. അടുത്ത് വരുന്ന 2 ദിവസത്തിന്റെ ഉള്ളിൽ. എന്ന് വെച്ചാൽ ആ കൂടിയിട്ട് 2 ദിവസത്തെ ഷൂട്ടുള്ളൂ. ഇന്നുകൊണ്ട് തുടങ്ങി കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യും. എന്തായാലും കഴിഞ്ഞാൽ അതിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ഉടൻ തന്നെ വരും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. മിക്കവാറും അടുത്ത ആഴ്ചയിലൊക്കെ ആയിട്ട് തന്നെ അതിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കും. പിന്നെ മോഹൻലാൽ ഒരു പടത്തിൽ ക്യാമിയോ വരുന്നുണ്ടെന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. എന്നുവെച്ചാൽ ദിലീപിന്റെ ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ. അപ്പോൾ ഈ ബബ്ബ എന്ന പടത്തിന്റെ ഷൂട്ട് ആ കൂടിയിട്ട് ആ ക്യാമിയോ വരുന്ന ഒരു ഭാഗം മാത്രമാണ് ഇനി ഷൂട്ട് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്നുവെച്ചാൽ ആളും ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗങ്ങളും അതാണ് ഇനി ഷൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഈ ഏപ്രിലും അല്ലെങ്കിൽ മെയിലൊക്കെ ആയിട്ട് തന്നെ തീർക്കും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും മോഹൻലാൽ അടുത്തായിട്ട് ഹൃദയപൂർവ്വം എന്ന പടത്തിന്റെ ഷൂട്ടിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് MMMലും അതേമാതിരി ഈ പടത്തിലുമായിട്ടൊക്കെ അഭിനയിച്ചിട്ട് തീർക്കും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും July 4 പടം റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീകോകുലം മൂവീസാണ് പടം എടുക്കുന്നത്. എന്തായാലും ശ്രീകോകുലം മൂവീസ് തന്നെ എടുക്കുന്ന വേറെ പടമാണ് ഒറ്റക്കൊമ്പ എന്ന് പറഞ്ഞിട്ടുള്ള സുരേഷ് ഗോപിയുടെ പടം. അവിടത്തിന്റെ ഷൂട്ട് നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും അത് വിഷു കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. എറാറ്റുപറ്റയിലും അതേമാതിരി പാല എന്ന് പറഞ്ഞ സ്ഥലത്തും വെച്ചിട്ടായിരിക്കും തുടങ്ങുക. വീണ്ടും അവിടെ നേരം ഷൂട്ട് അവിടെ നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി വീണ്ടും അവിടെ നേരം തുടങ്ങുന്നു. എന്തായാലും പടം ക്രിസ്മസിനൊക്കെ ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് ഈ വർഷം. പിന്നെ അല്ലു അർജുന്റെ അടുത്ത് വരാൻ പോണ പടമാണ് AI-22. അല്ലു അർജുന്റെ 22ാം പടം. അവിടത്തിൽ നായിക എത്താൻ പോകുന്നത് പ്രിയങ്ക ചോപ്ര ആയിരിക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അല്ലു അർജുന്റെ അടുത്ത പടം എന്ന് പറയുമ്പോൾ അറ്റ്ലി എടുക്കുന്ന പടം. പിന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞ 5 days to go പോസ്റ്റർ വന്നിരുന്നു. അതിൽ സിദ്ധാർത്ഥ് ഭരതന്റെ പേര് അർജുൻ രാമസ്വാമി എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോസ്റ്ററാണ് വന്നിട്ടുള്ളത്. പിന്നെ പടത്തിന് UBAR സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യൽ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഗംഭീര പോസ്റ്റർ ആയിട്ട് ഞാൻ തോന്നിയത്. എന്തായാലും പടം 10 റിലീസ് ആകുമ്പോൾ കണ്ടിട്ട് റിവ്യൂ പറയാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലേക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.